ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളും കൈയടക്കിയിരിക്കുകയാണ്. ചൈനയുടെ പുതിയ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ ആയ ഡീപ് സീക്ക് അമേരിക്കൻ വിപണിയെ വരെ പിടിച്ചുകുലുക്കി. അതായത് വിപണിയിലെ വലിയ വലിയ കമ്പനികളുടെ മെറ്റയും ഉൾപ്പെടെയുള്ള കമ്പനികളുടെ വിപണി മൂല്യം തകരുവാൻ ഡീപ് സീക്കിന്റെ വളർച്ച കാരണമായി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചുരുങ്ങിയ സമയം കൊണ്ട് ഡീപ് സീക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്ത് ഒരു ഡീപ് സീക്ക് തരംഗം ഇപ്പോൾ ഉണ്ട് എന്ന് പറയുവാൻ സാധിക്കും. ഈ ഡീപ് സീക്ക് എന്താണ്? ഡീപ് സീക്കിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഡീപ് സീക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ജിമെയിൽ ID ഉപയോഗിച്ച് ഡീപ് സീക്കിലേക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. ഞാൻ എൻ്റെ ജിമെയിൽ ID കൊടുത്ത് ഡീപ് സീക്ക് ലോഗിൻ ചെയ്യുകയാണ്. ചാറ്റ് GPTയും ജെമിനിയും ഒക്കെ അരങ്ങുവാഴുന്ന AI രംഗത്തേക്ക് ഡീപ് സീക്ക് കടന്നു വന്നത് ഓഹരി വിപണികളെ തകർത്തുകൊണ്ടാണ്. ഡീപ് സീക്കിന്റെ ഈ ചാറ്റ് ബോട്ട് നമുക്ക് എത്രമാത്രം ഉപയോഗമാണ്, നമുക്ക് എങ്ങനെ ഗുണകരമാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് വെൽക്കം ചെയ്തിട്ടുണ്ട്. നമുക്ക് ചാറ്റ് ചെയ്യുന്നതിനായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വോയിസ് എടുത്തിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിൻ്റെ മറുപടി എന്താണ് ഡീപ് സീക്ക് നൽകുന്നതെന്ന് നോക്കാം. അതെ, വളരെ കൃത്യമായിട്ട് ബീഗം ഹസ്രത്ത് മഹൽ ആരാണെന്ന് പറയുന്നുണ്ട്. ബീഗം ഹസ്രത്ത് മഹൽ സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ്. മലയാളത്തിലാണ് കൊടുത്തത്. കൃത്യമായ മറുപടി അവിടെ വരുന്നുണ്ട്. ഓരോ റിപ്ലൈക്കും താഴെ 3 ബട്ടൺ നിങ്ങൾക്ക് കാണാം. ഒന്ന് കോപ്പി, ലൈക്ക്, ഡിസ്ലൈക്ക് ബട്ടണാണ്. ലൈക്ക് കൊടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, ഞാനൊരു ലൈക്ക് കൊടുത്തു. അത് സബ്മിറ്റായി. അത് കോപ്പിയും ചെയ്തു. ഇത്തരം AI ചാറ്റ് ബോട്ടുകൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മളിവിടെ ചാറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് സബ്മിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് താഴെയായിട്ട് കാണുന്ന ആ നീല ആരോയിൽ ടച്ച് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ആ ക്വസ്റ്റ്യൻ സബ്മിറ്റ് ആവുകയുള്ളൂ. അതിനുശേഷമേ ചാറ്റ് ബോട്ട് നമുക്ക് മറുപടി തരികയുള്ളൂ. ഈ ചാറ്റ് ബോട്ടിൽ ഡീപ് സീക്കിൽ മറ്റെന്തൊക്കെ ഉണ്ട് എന്ന് ഞാൻ നോക്കിയതാണ്. മറ്റ് ചാറ്റ് ബോട്ടുകളിൽ ഉള്ള പോലെ തന്നെ ഉള്ള വിവരങ്ങൾ, ഉള്ള ബട്ടണുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അഡീഷണൽ ആയിട്ടൊന്നും കണ്ടില്ല. കൂടുതലായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പിന്നീട് നോക്കാം. അടുത്ത ഒരു ചോദ്യം ഞാൻ ചോദിച്ചത് ഈ സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. സ്കോളർഷിപ്പിനെ കുറിച്ച് ഉള്ള മറുപടി എന്താണ് എന്ന് നോക്കാം. ബീഗം ഹസ്രത്ത് മഹൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്നാണ് ചോദിച്ചത്. അതിൻ്റെ മറുപടി വരികയാണ്. അവസാന തീയതി 25 ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. വളരെ കൃത്യമായൊരു മറുപടി വന്നു. അടുത്തൊരു ചോദ്യം കൂടെ ചോദിക്കാം. വെബ്സൈറ്റ് ഏതാണ്? തുടർ ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കാം, ചാറ്റ് നമ്മൾ അവസാനിപ്പിക്കുന്നതും വരെ. വെബ്സൈറ്റിനെ കുറിച്ച് വിശദമായൊരു മറുപടി തന്നെ ഡീപ് സീക്ക് നൽകുന്നു. അതെ, വളരെ കൃത്യമായൊരു മറുപടിയാണ്. താങ്ക് യു ഡീപ് സീക്ക്. ഇതേ ചോദ്യം തന്നെ നമുക്ക് ഗൂഗിളിനോടും ജെമിനിയോടും ഒന്ന് ചോദിച്ചു നോക്കാം. അവരുടെ മറുപടി എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഗൂഗിളിനോട് തന്നെ ചോദിക്കാം. ഞാൻ ഗൂഗിളിൽ അത് ടൈപ്പ് ചെയ്തു, സെർച്ച് കൊടുത്തു. അപ്പോൾ എന്താണ് മറുപടി? ബീഗം ഹസ്രത്ത് മഹലിനെ കുറിച്ച് അവരുടെ ഫോട്ടോ, പിന്നെ സാധാരണ നമുക്ക് ഗൂഗിളിൽ ഉള്ള പോലെ തന്നെ നമ്മൾക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന വെബ്സൈറ്റുകളെ കുറിച്ച് തന്നിട്ടുണ്ട്. വിക്കിപീഡിയയുടെ വിവരങ്ങൾ കാണിക്കുന്നു. പിന്നെ മറ്റു വിവരങ്ങളും അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഗൂഗിൾ നമ്മുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുള്ള വിവരം നോക്കിയെടുത്താൽ മതിയാവും. ഫോട്ടോസ് ഉൾപ്പെടെയാണ് ഗൂഗിൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ വോയിസ് ടൈപ്പ് ചെയ്തു. പക്ഷേങ്കിൽ വോയിസ് ടൈപ്പ് ചെയ്തപ്പോൾ അതിൽ പെട്ടെന്ന് ചെയ്തപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ബീഗം ഹസ്രത്ത് മഹൽ എന്നാണ് വന്നത്. അപ്പോൾ ജെമിനി എനിക്ക് തന്നത് വേറൊരു മറുപടിയാണ്.
അത് ബീഗമാണെന്നൊന്നും ജെമിനി ആലോചിച്ചില്ല. ഞാൻ ചോദിച്ച മഹൽ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. താജ്മഹലിനെ കുറിച്ചുള്ള ഒരു വിവരമാണ് തന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും രണ്ടാമത് ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ആരാണ്? വോയിസ് അതിനകത്ത് ക്ലിയർ ആയിട്ട് വന്നില്ല. അതുകൊണ്ട് ഞാൻ മലയാളം കീബോർഡ് എടുത്ത് തന്നെ തെറ്റ് തിരുത്തി കൊടുത്തു. ആരാണ് ബീഗം ഹസ്രത് മഹൽ എന്ന ചോദ്യത്തിന് ഡീപ്സീക്കിനെക്കാട്ടിൽ വ്യക്തമായൊരു മറുപടി ജെമിനിയാണ് നൽകിയത്. എന്തായാലും ഗൂഗിൾ പരിശീലിപ്പിച്ചത് കൊണ്ടാവാം ജെമിനി ഗൂഗിൾ തരുന്ന പോലെയുള്ള ഒരു മറുപടി തന്നിട്ടുണ്ട്. ഡീപ്സീക്കിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു, ഗൂഗിളിന്റെ ജെമിനിയെയും കണ്ടു കഴിഞ്ഞു. ഇതുകൊണ്ട് ജെമിനിയാണ് മെച്ചം, ഡീപ്സീക്ക് മോശം ആണ് എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷേ ചില വിവരങ്ങൾ നൽകുന്നതിൽ ഡീപ്സീക്കിനേക്കാൾ ഒരു പരിധി വരെ ജെമിനി മുന്നിലാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അതായത് ഡീപ്സീക്ക് എത്രമാത്രം ചാറ്റ് ജിപിടിയേക്കാളും ജെമിനിയേക്കാളും മുന്നിലാണ് എന്നുള്ളത് ഇതുകൊണ്ട് മാത്രം നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. പക്ഷേ ചൈനയുടെ ഡീപ്സീക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ഒരു പുതിയ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. ചൈന ആർട്ടിഫിഷ്യൽ രംഗത്ത് മുന്നേറുകയാണ് എന്ന നിസ്സംശയം ഇക്കാര്യത്തിലൂടെ നമുക്ക് വ്യക്തമായിരിക്കുന്നു.